നമ്മുടെ പ്രിയപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും വനം വകുപ്പിൻ്റെ അധികാരികളായ ഓഫീസർമാരും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരാളിനെ ചിത്രവധം ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ പാമ്പടിയിട്ട് മരണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് 2 പേരുടെ 2-3 പേരാണെന്നുള്ള രീതിയിൽ ഞാനൊരു പേപ്പർ തയ്യാറാക്കി. എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ പേപ്പർ തയ്യാറാക്കി. എൻ്റെ മരണമൊഴി എന്ന് പറയുന്ന പേപ്പർ തയ്യാറാക്കി. അത് ആവശ്യം വരുന്ന സമയത്ത് ആവശ്യം വരേണ്ട ആൾക്കാർ എവിടെയാണെന്ന് പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ പ്രസന്റ്. അതായത് എന്നെ ടാർഗറ്റ് ചെയ്ത് തന്നിട്ട് എൻ്റെ നാട്ടിൽ ഞാൻ പാമ്പിനെ പിടിക്കാൻ പോകാൻ പാടില്ല, അതിന് മറ്റുള്ളവരെ പിടിക്കുമ്പോൾ എന്നെ ഒഴിവാക്കണം എന്നുള്ള ചിന്തയോടി പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ ഒന്നും നല്ലത് ചെയ്യാൻ ചിന്തിക്കുന്നു, നല്ലത് ചെയ്യുന്നവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ കൂടി ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്ത് അവനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ. എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ആൾക്കാർ. ഇവരുടെ കുഴപ്പമെന്ന് ഇവർ വീട്ടിൽ പോലും ഇവർ കറപ്ഷൻ ഇല്ലാത്ത ആൾക്കാരാണ്. വീട്ടിൽ പോലും ഇവർ കറക്റ്റ് അല്ല, എന്നിട്ടാണ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കും. ഇപ്പം ഞാനിടുന്ന തുണി നല്ലതാണെങ്കിൽ എനിക്ക് നിങ്ങളെ കുറ്റം പറയാൻ പറ്റും. ഞാൻ കള്ളുപിടിക്കാറില്ല. എന്നാൽ ഞാൻ ഒരുപാട് ആൾക്കാരിൽ പൈസ കടം വാങ്ങി. അപ്പോൾ ഇവർക്ക് കൊടുക്കാതെ പോയി കഴിഞ്ഞുള്ള അവസ്ഥ അനുസരിച്ച് ഒരുപാട് പല ആവശ്യങ്ങൾക്കായിട്ട് പല ആവശ്യങ്ങളായിട്ട് അവരോട് വാങ്ങിയിട്ട് ഇവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ. ആ ഒരു സമയമെങ്കിലും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ. എങ്ങനെയാണ് തിരിച്ച് മറിച്ച് കൊടുത്ത് ഇവർ നാളെ സമയത്ത് പറയുന്നത്, നാളെ ഒരു സമയത്ത് ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയോടും മകളോടും ആരും ഒരു പൈസ വയ്ക്കാൻ പാടില്ല. നമ്മൾ സാധാരണക്കാരനാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. ആ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ജീവൻ അപകടം ഉണ്ടാകുമ്പോൾ, ഒരു പാമ്പടിയിട്ട് അപകടം ഉണ്ടായാൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. എത്ര രൂപ ചികിത്സ വന്നാലും അത് വനം വകുപ്പ് കൊടുക്കണം. അങ്ങനെ ഒരു നിയമം പാസ്സാക്കണം കേരളത്തിൽ. പിന്നെ പാമ്പടി കേൾക്കുന്ന ആൾക്കാർ, പാമ്പ് പിടുത്തക്കാർക്ക് മുഴുവൻ ഇൻഷുറൻസ് കൊടുക്കും. ആർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ അവർക്ക് ഇൻഷുറൻസ് കൊടുക്കും.